ഹായ്, സ്വീസ് ഹോം അക്കാഡമിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ 7ാമത്തെ ക്ലാസ്സാണിന്ന്. എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും ചെയ്ത വർക്കുകളൊക്കെ വിട്ടിരുന്നു. എല്ലാം നന്നായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത എല്ലാ വർക്കുകളും ചില ആൾക്കാർ വിട്ടു തന്നത് നന്നായി ക്ലിയറായിട്ട് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓരോരോ സ്റ്റിച്ചിങ് അതിൻ്റെ സ്റ്റിച്ചിങ് കുറച്ച് പ്രോബ്ലം ഉണ്ട്. പക്ഷേ അത് പിന്നെ ശരിയാവും. നമ്മുടെ മെഷീൻ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്താൽ നമ്മുടെ സ്റ്റിച്ചിങ് പെർഫെക്റ്റായിട്ടുണ്ടാവും. ഞങ്ങൾ മെഷീനിൻ്റെ കുറച്ച് സർവീസുകളൊക്കെ ചെയ്യണം. അപ്പോൾ ചെയ്താലേ നമ്മുടെ മെഷീന് സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ഏത് ഡ്രസ്സെന്ന് കാണിച്ചു തരാം. ഈ ഡ്രസ്സാണ്, പില്ലോ കേസ് ഡ്രസ്സ് എന്ന് പറയും ഇതിനെ. ഈ ഡ്രസ്സാണ്. ഞാൻ ഈ ഫോട്ടോസ് നിങ്ങൾക്ക് വിട്ടു തരാം. ഈ വീഡിയോസിൻ്റെ മുകളിൽ ഫസ്റ്റായിട്ട് ഞങ്ങൾ ഈ ഫോട്ടോസ് ഒന്ന് നിങ്ങൾക്ക് വിട്ടു തരാം. ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മുടെ ന്യൂസ് പേപ്പറാണ്. ഇന്ന് ന്യൂസ് പേപ്പറിൽ തന്നെ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മാർക്കിങ് ചെയ്ത് കാണിക്കാം. ഇതുപോലെ ഇത് കാണുന്നുണ്ട്, ഈ മാർക്കിങ് കാണുന്നുണ്ട്. അതുപോലെ അത് ഫേസ് നോക്കിയിട്ട് മാർക്ക് കാണുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങൾ ഇതിനെ ഈ ഫോൾഡ് ചെയ്യുന്നത്, മടക്കുന്നത് ഇതുപോലെ മടക്കി, ഇനി ഞങ്ങൾക്ക് ഇതുപോലെ മടക്കണം. ഇനി മടക്കിയല്ലേ, ഇത് മടക്കി. ഇപ്പോൾ മടക്കി കൊടുത്തു. ഇനി ഞങ്ങൾ ഈ ഭാഗത്തിൽ നിന്ന് വിട്ട് ഇവിടെ നിന്ന് ഇവിടേക്ക് മാർക്ക് ചെയ്യണം. ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇതാണ് നിങ്ങൾ ചെയ്യുന്ന ഈ മെഷർമെൻറ്റ്. ഇത് 1 ഇയർ ബേബീന് ജീൻസ് പോലത്തെ പാൻറ്റ്സൊക്കെ ഉണ്ടല്ലേ, ജീൻസ് പാൻറ്റിലൊക്കെ ഇത് ഇടാൻ പറ്റും. 1 ഇയർ ബേബിക്ക് ജീൻസ് പാൻറ്റിന് ഇടുന്നതാണ്. ഇത് പില്ലോ കേസ് ഡ്രസ്സാണ്. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ലെങ്ത്ത് മുകളിൽ നിന്ന് ഇവിടെ ഓപ്പൺ ഉണ്ട്. ഞാൻ കുറച്ച് ഇത് ലെങ്ത്ത് ഉണ്ട്, അതുകൊണ്ടിട്ട് ഈ സൈഡിൽ നിന്ന് എടുത്തു, ഈ ഭാഗത്തിൽ നിന്ന്. അപ്പോൾ ഈ സൈഡ് ഫോൾഡായിരിക്കണം. ഇത് ഫോൾഡാണ്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് എടുത്തു. മുകളിൽ നിന്ന് താഴോട്ട് 13.5 ഉണ്ട്. ഇതിൽ 13.5 മെഷർമെൻറ്റും 13.5 ഉണ്ട്. ഞങ്ങൾക്ക് വേണ്ട മെഷർമെൻറ്റ് ഇത് മെയിൻ ഫിനിഷിങ് മെഷർമെൻറ്റാണ്. 13.5 ഇഞ്ച് 13.5 ഇഞ്ച് ഫിനിഷിങ് മെഷർമെൻറ്റാണ്. ഇതിന് ആഡ് ചെയ്യുന്നത് പ്ലസ് ഞങ്ങൾ 1.5 ആഡ് ചെയ്യണം. 1.5 ആഡ് ചെയ്തു. ഇനി 13.5 16 15 ഇത് 15 വരണം. അപ്പോൾ നിങ്ങൾക്ക് 1 ഇഞ്ച് മേലെ പോവും, 1/2 ഇഞ്ച് താഴോട്ട് സ്റ്റിച്ചിങ്ങിൽ പോവും. 1 ഇഞ്ച് മേലെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ മടക്കിയിട്ട് തുന്നാനുണ്ട്, അത് പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് താഴോട്ട് 13.5 ഉണ്ട്. ഞങ്ങൾക്ക് ആഡ് ചെയ്യാനില്ല ഇതിൽ. ഇപ്പോൾ 13.5 മതി, ഇപ്പോൾ പേപ്പർ കട്ടിങ്ങിനല്ലേ. അപ്പോൾ ഈ ഷോൾഡർ വെക്കുന്നതാണ്. ഷോൾഡർ 7.5 ഇഞ്ചാണ്. 7.5 ഇഞ്ച്. അപ്പോൾ 7.5 ഇഞ്ചിലേക്ക് ഞങ്ങൾ മാർക്ക് ചെയ്യാം. ഇതുപോലെ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തു. ഷോൾഡർ എടുത്തു. ഇനി ഞങ്ങൾ ആം ഹോൾ എടുക്കണം. ആം ഹോളിലേക്ക് ഞങ്ങൾക്ക് 5.5 ഇഞ്ച് വേണം. 5.5 ഇഞ്ച് വന്നു. അപ്പോൾ ഇവിടെയും ഞങ്ങൾ 7.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇതുപോലെ ഇട്ടു. ഞങ്ങൾ സ്ട്രൈറ്റ് ഒരു ലൈൻ ഇടണം. അതേ
അതേപോലെ ഞങ്ങൾക്ക് വേണ്ട ഇതിൻ്റെ അളവ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇവിടേക്ക് നോർമലി ഒരു 10 ഇഞ്ച് മതി. 10 ഇഞ്ച്. ഇത് ലൂസായിട്ടിടുന്ന ഡ്രസ്സ്. 10 ഇഞ്ച് മതി. 10 ഇഞ്ച് എടുക്കാം. നിങ്ങൾക്ക് മെഷർമെൻറ്റിൽ ഞാൻ എഴുതിയിട്ടില്ല. അത് നിങ്ങൾക്ക് എഴുതിയിട്ട് ഇടാം. 10 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നെ ഞങ്ങൾ ഇതിൽ 1 ഇഞ്ച് സ്റ്റിച്ചിങ്ങിന് മാർക്കെടുത്തു. 1 ഇഞ്ച്. ഇനി ഇതിന് ഷേപ്പ് കൊടുക്കാം. ഇതുപോലെ ഷേപ്പ് കൊടുക്കാം. ഷേപ്പ് കൊടുത്തു. ഇനി ഇതിൻ്റെ സൈസ് താഴെയും ഇവിടെ 10 ഇഞ്ച് കൊടുത്തല്ലേ, അതേപോലെ ഇവിടെയും 10 ഇഞ്ച് കൊടുത്ത് ഈ മുകളിൽ നിന്ന് താഴോട്ട് ലൈൻസ് ഇടണം. ഇതുപോലെ സ്ട്രൈറ്റ് ഒരു ലൈൻസ് ഇടണം. ലൈൻസ് ഇട്ടു. ഇനി ഞങ്ങൾക്ക് ഇവിടെ ഒരു മാർക്ക് കൊടുക്കണം. ഇത് സ്റ്റിച്ചിങ്ങിന് പോകുന്ന മാർക്കാണ്. 1 ഇഞ്ചിൽ ഇവിടെ മാർക്ക് കൊടുക്കണം. ഇത് ഞങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിന് പോകുന്ന മാർക്കാണ്. ഇവിടെ കട്ട് കൊടുക്കാണ് ഇവിടെ മാർക്ക് കൊടുക്കുന്നത്. ഇനി ഓക്കെ, ഞങ്ങളിത് കട്ട് ചെയ്യാം. ഇനി ഞങ്ങൾ ക്ലോത്ത് കൊണ്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്യുന്നതെങ്ങനെ കാണിക്കാം. ഒരു ഫോൾഡ് ചെയ്യണം. ഇതിനെ ഇതുപോലെ ചെയ്തു, ഒരു ഫോൾഡ് ചെയ്തു. പിന്നെ മറ്റൊരു ഫോൾഡും ഇതുപോലെ ചെയ്യണം. ഇതിനെ ഇങ്ങനെ വെച്ചു, ഇങ്ങനെ വെച്ചു. ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് മടക്കണം. ഫോൾഡിങ് ചെയ്യണം. ഓക്കെ, മടക്കി 4 ഫോൾഡായി. ഇത് 4 ഫോൾഡായി ഞങ്ങൾക്ക് കിട്ടി. ഇനി ഇതിൻ്റെ ലെങ്ത്ത് നോക്കണം. ഞങ്ങൾക്ക് ഏത് സൈഡിൽ ഞങ്ങൾക്ക് വേണ്ടിയ ലെങ്ത്ത് ഉണ്ടെന്ന് നോക്കിയിട്ട് ഞങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഞങ്ങളുടെ ലെങ്ത്ത് 15 വരണം. ഫിനിഷിംഗ് അല്ല, 15. ഇത് 15 ഉണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് 15 ഇവിടെ ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ ഇവിടെ 16 ഉണ്ട്. ഇതിവിടെ 15 ഉണ്ട്. കറക്റ്റായിട്ട് 15 ഉണ്ട് എൻ്റെ ക്ലോത്തിൽ. അപ്പോൾ 15 ഇഞ്ച് ലെങ്ത്ത് വേണം. ഞങ്ങളൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഇത് 16 ഉണ്ടല്ലോ, നിങ്ങളിപ്പോൾ 16ലേക്ക് ഇങ്ങനെ വെച്ചു. ഇതേ ചെയ്യാം, നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇതിൽ 15 ഇഞ്ച് എടുക്കാം. ഞങ്ങൾ മാർക്ക് ചെയ്യാം. 15 ഇഞ്ചിലേക്ക് ഒരു മാർക്ക് ചെയ്യാം. ഇവിടെയും പിന്നെ ലാസ്റ്റിലേക്ക് ഒരു മാർക്ക് ചെയ്യാം. ഇതുപോലെ 15 ഇഞ്ചിലേക്ക് ഒരു മാർക്ക് ചെയ്തു. ഇനി ഇതിലേക്ക് ലൈൻ ഇടണം. സ്കെയിൽ കൊണ്ടിട്ട് സ്ട്രൈറ്റ് ഒരു ലൈൻ ഇട്ടു. ഇതിൻ്റെ ഓക്കെ ആയി. ഇനി ഞങ്ങൾ മുകളിൽ നിന്ന് ഷോൾഡർ വെക്കണം. 7.5 ഇഞ്ചിലേക്ക് ഷോൾഡർ വെച്ചു. പിന്നെ ഇവിടെ നിന്ന് താഴോട്ട് 5.5 ഇഞ്ച് കക്ഷഭാഗത്തിലേക്ക് ആം ഹോൾ വെച്ചു. 5.5 ഇഞ്ച് ഇവിടെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യേ. ഇനി ഞങ്ങൾ ഇവിടെയും 7.5 ഇഞ്ച് മാർക്ക് കൊടുത്തു. സ്ട്രൈറ്റ് ഒരു ലൈൻസ് ഇട്ടു. ഷേപ്പ് കൊടുത്തു. ഇതുപോലെ ഷേപ്പ് കൊടുത്തു. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് മുകളിൽ താഴോട്ടേക്ക് 1 ഇഞ്ച് ഇട്ടു, മാർക്ക് ചെയ്തു. ഇത് കട്ട്സ് കൊടുക്കുകയാണ്. ഇനി ഞങ്ങളുടെ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് 10.5 ഇഞ്ചാണ്. 10 ഇഞ്ച്, 10.5 അല്ല 10 ഇഞ്ചാണ്. ഇനി ഇതിലേക്ക് 1 ഇഞ്ച് കൊടുത്തു. 1 ഇഞ്ച് സ്റ്റിച്ചിങ്ങിലേക്ക് കൊടുത്തു. അതുപോലെ താഴെയും 10 ഇഞ്ച് കൊടുക്കണം.
സ്ട്രൈറ്റർ ലൈന് നിങ്ങൾ സ്കെയിൽ കൊണ്ടിട്ടിടണം. സ്കെയിൽ കൊണ്ടിട്ട് ഈ ലൈൻസ് ഇട്ടാൽ മതി. അപ്പോൾ ഇതിനെ കട്ട് ചെയ്യാം. ഞങ്ങൾ ഇതുപോലെ മുകളിൽ നിന്ന് ഇതിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്തു ഇവിടെ ഒരു കട്സ് കൊടുത്തു സെൻറ്റർ ഭാഗം അറിയാൻ വേണ്ടിയിട്ട്. താഴെ ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ ഈ മാർക്ക് ചെയ്തത് കട്ട് ചെയ്തു. അതേപോലെ ഇനി ഞങ്ങൾ ഷോൾഡർ ആം ഹോൾ കട്ട് ചെയ്യാം. സൈഡും ചെയ്തു, കട്ട് ചെയ്തു, ഫിനിഷിംഗ് ആയി. ഓക്കെ, ഇനി ഞങ്ങൾ ഇതിലേക്ക് ഈ മാർക്ക് ചെയ്തതിനേക്ക് കട്ട് കൊടുക്കാം. ഇത് ഞങ്ങൾ മടക്കി തിന്നുന്നതിനാണ്. ഇപ്പോൾ ഇവിടെ കട്ട് കൊടുത്തു ഒരു മാർക്ക്, 1.5 ഇഞ്ചല്ലേ ഞങ്ങൾ കൂടിയത്. അപ്പോൾ ഈ താഴ്ഭാഗത്തിലേക്ക് 1/2 ഇഞ്ച് മാർക്ക് കൊടുക്കണം. 1/2 ഇഞ്ച് മാർക്ക് ഇവിടെയും കട്ട്സ് കൊടുക്കണം. 1/2 ഇഞ്ച് കൊടുത്തു, ഇവിടെ ഒരു കട്ട്സ് കൊടുത്തു. നിങ്ങൾ വേണമെങ്കിൽ 1 ഇഞ്ചും കൊടുക്കാം, എക്സ്ട്രാ വേണമെങ്കിൽ 1 ഇഞ്ചും കൊടുക്കാം. ഞങ്ങൾക്ക് ഈ ഫോൾഡിങ് കുറച്ച് എക്സ്ട്രാ വേണമെങ്കിൽ 1/2 ഇഞ്ച് വേണമെങ്കിൽ 1 ഇഞ്ച് കൊടുക്കാം. 1/4 ഇഞ്ച് വേണമെങ്കിൽ 2 ഫോൾഡ് 1/4 ഇഞ്ച് വേണമെങ്കിൽ 1/4 ഇഞ്ചിലും കൊടുക്കാം. 1/2 ഇഞ്ച് കൊടുത്താൽ മതി. ഓക്കെ, എക്സ്ട്രാ കുറച്ച് ഈ ഭാഗം എക്സ്ട്രാ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് 1/2 ഇഞ്ചിൽ കാണാൻ വേണ്ടിയെങ്കിൽ നിങ്ങൾ 1 ഇഞ്ച് കൊടുത്തു. ഈ ഭാഗത്തിൽ എക്സ്ട്രാ 1.5 ഇഞ്ചല്ല 2 ഇഞ്ച് കൊടുത്താൽ മതി. ഓക്കെ, ഞങ്ങൾക്ക് ഇപ്പോൾ അത് ഫിനിഷിങ് കാണുന്നത് ഞങ്ങൾ 1/2 ഇഞ്ച് കൊടുത്താലും കാണും, 1 ഇഞ്ച് കൊടുത്താലും കാണും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. ഇപ്പോൾ കട്ടിങ് ചെയ്തു. നാളെ ഇനി ഞങ്ങൾ ഇത് ഒന്ന് മറന്നു. ഞങ്ങൾക്ക് ഇനി ഇതിൻ്റെ എക്സ്ട്രാ 20 ഇഞ്ചിൻ്റെ ഒരു ത്രെഡ് കട്ട് ചെയ്യാനുണ്ടല്ലേ, അതേപോലെ. അപ്പോൾ അത് ചെയ്യാം. ഇപ്പോൾ 1 ഇഞ്ചിൻ്റെ ഒരു മാർക്ക് കൊടുത്തു ഇതിനെ മടക്കാം. വൺ ഇഞ്ചിൻ്റെ മാർക്ക് കൊടുക്കാം. ഞാൻ വീഡിയോ ലെങ്ത്ത് പോവും. 1 ഇഞ്ച് മാർക്ക് കൊടുത്തു, ലൈൻസ് ഇട്ടു. പിന്നെ ഇതിനെ ഇതുപോലെ ഫോൾഡ് ചെയ്തു. ഈ ഭാഗം പിടിച്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്തു. ഇനി ഇതിനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തു. ഇത് 20 ഇഞ്ച് അല്ല, ഇത് എക്സ്ട്രാ ഉണ്ട്. ഞങ്ങൾ ഇതിൻ്റെ 20 ഇഞ്ച് ടോട്ടലി 20 ഇഞ്ച് വരണം. അപ്പോൾ ഇതിൽ 4 പീസ് ഉണ്ട്. ഞാൻ രണ്ട് പീസ് ഉണ്ട്. 20 ഇഞ്ചിൻ്റെ എടുക്കണമല്ലേ. അപ്പോൾ 20 ഇനി ഞങ്ങളിതിനെ കട്ട് ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്തു. ഇത് 1 വയസ്സിൻ്റെ കുട്ടീൻ്റെ ഡ്രസ്സാണ്. ഞങ്ങൾ 1 വയസ്സിൻ്റെ കുട്ടികൾക്ക് ജീൻസിലൊക്കെ ടോപ്സ് ഇടുന്നല്ല, സിമ്പിളായിട്ട് ഇടുന്ന ഡ്രസ്സാണ്. അപ്പോൾ മുകളിൽ നിന്ന് ഈ ഫോൾഡുള്ള ഭാഗത്തെ ഇങ്ങനെ കട്ട് ചെയ്യാം. ഇതിനെയും കട്ട് ചെയ്യാം. ഇത് സെൻറ്റർ ഭാഗമാണ്. ഇവിടെ ഞങ്ങൾ കട്ട്സ് കൊടുക്കണം. പിന്നെ ഞങ്ങളുടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ, ഈ മാർക്കിൽ ഒരു കട്ട്സ് കൊടുക്കണം. ഇതുപോലെ ഒരു കട്ട്സ് കൊടുക്കണം.
ഓക്കെ ആയി. ഇനി ഇതിനെ ഓപ്പൺ ചെയ്തു, രണ്ട് ഭാഗമായിട്ട് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിങ്ങനെയെന്ന് എല്ലാം കാണിക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്തു, ഇത് 1 ഇഞ്ചിൽ കട്ട് ചെയ്തല്ലേ കട്ട്സ്, ആ കട്ട്സ് കൊടുത്തതിങ്ങനെ ഫോൾഡ് ചെയ്തു. ഇതിൻ്റെ ഈ ഭാഗം 1/4 ഇഞ്ചായിട്ട് കുറച്ച് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യണം. ഇതുപോലെ ഫോൾഡ് ചെയ്തു കൊടുക്കണം. ഞാനിത് പേപ്പർ കട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് പറയാം, ഇത് ക്ലിയറായിട്ട് മനസ്സിലാവും. പേപ്പർ കട്ടിങ്ങിൽ ഞങ്ങൾ എന്തിനു ചെയ്യുന്നത്, ന്യൂസ് പേപ്പറിലാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മടക്കി കൊടുക്കണം. പിന്നെ കുറച്ച് നീളം ഉണ്ടാവില്ലേ, അതുകൊണ്ടിട്ട് ന്യൂസ് പേപ്പർ എടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇതുപോലെ ഒരു ഫോൾഡ് 1/4 ഇഞ്ചിൽ, പിന്നെ ഇങ്ങനെ ഈ കട്ട്സിൻ്റെ നേരത്തിലേക്ക് രണ്ടും ഇതുപോലെ മടക്കണം, സെയിമായിട്ട് മടക്കണം. പിന്നെ ഞാൻ ഒരു ഭാഗം മാത്രം മടക്കി കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാനിപ്പോൾ ക്ലോത്ത് ത്രെഡിൽ നിന്ന് 20 ഇഞ്ചിൻ്റെ ഒരു എടുത്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ടല്ലേ, ഇത് ഞങ്ങളിപ്പോൾ ചെയ്യണം. അപ്പോൾ ഇതായി. ഇനി ഇതിപ്പോൾ ചെയ്തു, ഇതിൻ്റെ ബാക്കി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാനിതൊരു ന്യൂസ് പേപ്പർ എടുത്തു, നെക്സ്റ്റ് ഒരു ന്യൂസ് പേപ്പർ എടുത്തു. ഇതിൽ ഈ ന്യൂസ് പേപ്പറിൽ ഇപ്പോൾ ഇതിൽ ഞങ്ങൾ 20 ഇഞ്ചിൻ്റെ ഒരു പീസ് എടുക്കണം. 20 ഇഞ്ച് ലെങ്ത്ത്, 20 ഇഞ്ച് ഇതിൻ്റെ നീളം, ഈ എന്താ വിഡ്ത്ത് എന്ന് പറയും. ഈ ലെങ്ത്ത് ഇത് 20 ഇഞ്ച്. ഇവിടെ നിന്ന് ഇവിടേക്ക് നിങ്ങൾ 1 ഇഞ്ച് മതി. നിങ്ങൾക്കൊരു നൂല് പോലെ ചെയ്യാനാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ 1 ഇഞ്ചിൽ ഞങ്ങൾ മാർക്ക് ചെയ്തു. ഇതുപോലെ കാണുന്നുണ്ടല്ലോ, എല്ലാവർക്കും നീറ്റായിട്ട് കാണുന്നുണ്ട്. ഞാൻ 20 ഇഞ്ച് എടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് 20 ഇഞ്ച് വരും. ഇവിടേക്ക് 20 ഇഞ്ച് വന്നു. ഇനി ഞങ്ങൾ ഇത് ഇവിടെയും 1 ഇഞ്ച് മാർക്ക് ചെയ്തു. കാണിക്കാം, 1 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് ഫുള്ളായിട്ടൊരു ലൈൻസ് ഇട്ടു, കണ്ടോ, ഈ ലൈൻസ് കണ്ടല്ലേ. ഇനി ഇതിനെ ഞങ്ങൾ ഫോൾഡ് ചെയ്യണം ഇതുപോലെ ഉള്ളിലേക്ക്. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, കാണുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് എടുക്കണം. ഞങ്ങളിവിടെ കട്ട് ചെയ്യണം. അപ്പോൾ ഇത് സ്ട്രൈറ്റ് ഉണ്ടല്ലേ, അപ്പോൾ ഈ ഫോൾഡ് ചെയ്തു ഇവിടെ നിന്ന് ഞങ്ങളിതിനെ കട്ട് ചെയ്യണം. അപ്പോൾ 2 ഇഞ്ചായി, ടോട്ടലി 2 ഇഞ്ചായി. ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്യുന്ന ഈസി മെത്തേഡ് പറയുന്നതാണ്. ഇതിപ്പോൾ കട്ട് ചെയ്തു. പിന്നെ 20 ഇഞ്ചിൻ്റെ ഈ മാർക്കിനെ കൂടി കട്ട് ചെയ്യണം. ഇതായി. ഇതിൻ്റെ ഇതുപോലത്തെ 2 എണ്ണം വേണം ഞങ്ങൾക്ക്, ഒന്നല്ല 2 എണ്ണം വേണം ഇതുപോലത്തെ. ഇതിപ്പോൾ ഞാനിത് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഫോൾഡ് ചെയ്തല്ലേ, ഇതിനെ ഇങ്ങനെയും മടക്കി, ഇങ്ങനെ മടക്കി, ഇങ്ങനെ ഒന്ന് മടക്കി, അതുപോലെ ഈ സൈഡിലും ഇതുപോലെ ഒന്ന് മടക്കി, പിന്നെ ഇതിനെ ഇതുപോലെ മടക്കണം. ഇങ്ങനെയും ചെയ്യാം,
നിങ്ങൾക്ക് ഇതുപോലെയും ചെയ്യാം, ഇല്ലെങ്കിൽ മറ്റൊരു ടൈപ്പ് ഉണ്ട്, അത് ടൈപ്പും ചെയ്യാം നിങ്ങൾക്ക്. ഇതിങ്ങനെ മടക്കി ഈ സൈഡിലേക്ക് 1/4 ഇഞ്ചിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാം.